താനൂരിൽ നിന്ന് 2 പെൺകുട്ടികൾ മിസ്സിംഗ് ആവുന്നു. ദേവദാർ സ്കൂളിലേക്ക് 12:30 എക്സാം എഴുതാൻ പോയ കുട്ടികൾ എക്സാം സെൻറ്ററിൽ എത്തിയില്ല. വീട്ടുകാരെ കാര്യം അറിയിക്കുന്നു. വീട്ടുകാർ നേരെ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുന്നു. അന്വേഷണം തുടങ്ങുന്നു. ഫസ്റ്റ് ബ്രേക്കിംഗ് വരുന്നത് കുട്ടികളുടെ CCTV വിഷ്വൽ കിട്ടുന്നു. തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 4:14. അതിനുശേഷം അന്വേഷണം കുറച്ചും കൂടി ലാർജ് സ്കെയിലിൽ നടത്താൻ വേണ്ടിയിട്ട് പോലീസ് തീരുമാനിക്കുന്നു. മീഡിയ ടേക്കപ്പ് ചെയ്യുന്നു. മീഡിയൻ്റെതായിട്ടുള്ള എഫേർട്ടുകൾ വരുന്നു. അങ്ങനെ 7:17 7:17 മുംബൈയിൽ കുട്ടികൾ എത്തി എന്നുള്ളതിൻ്റെ CCTV വിഷ്വൽസ് കിട്ടുന്നു. അതിനിടയിൽ ഈ 2 പെൺകുട്ടികൾ മാത്രമല്ല, കൂടെ ഒരു പയ്യനും കൂടി ഉണ്ട് എന്നുള്ള വിവരമൊക്കെ മീഡിയയിൽ ബ്രേക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇവർ മുംബൈയിലൊരു സലൂണിൽ കയറുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും ചന്ദ്രനിൽ ചെന്നാലടക്കം അങ്ങ് ശൂന്യാകാശത്ത് വരെ മലയാളിയുടെ സാന്നിധ്യം ഉണ്ടാവും എന്നൊക്കെ നമ്മൾ തമാശയിൽ പറയുന്ന പരിപാടി. മുംബൈയിൽ ഈ കുട്ടികൾ എത്തുന്നു. മുംബൈയിൽ ഈ കുട്ടികൾ ഒരു സലൂണിൽ കയറുന്നു. ആ സലൂണിൻ്റെ ഉടമ ഒരു മലയാളിയായിട്ടുള്ള ലേഡിയാണ്. അവരെടുത്തൊരു വീഡിയോ. അങ്ങനെ കാര്യങ്ങൾ ഒരുപാട് പറയാനുണ്ട്. ഇന്ന് പുലർച്ചെ 1:45 ഈ കുട്ടികളെ കണ്ടെത്തിയിരിക്കുകയാണ്. അവർ നാട്ടിലെത്തിച്ചിട്ടില്ല. നാട്ടിലെത്തിച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ കുറേ കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കിട്ടും. ഇതുവരെ മീഡിയയിൽ കുട്ടികൾ കൊടുത്ത ബൈറ്റും ഈ കൂടെ പോയ റഹീം അസ്ലം എന്ന് പറഞ്ഞ വ്യക്തി കൊടുത്ത ബൈറ്റും പിന്നെ ഈ കുട്ടികൾ പോവാനുണ്ടായ കാരണം എന്ന് പാരൻസ് വിചാരിക്കുന്ന കുറച്ച് കാര്യങ്ങളും ഇവരുടെ യാത്രയും ഇതെല്ലാം കൂടിയാണ് ഈ ഒരു കോണ്ടൻറ്റ്. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ഫസ്റ്റ് മുതൽ തുടങ്ങാം. കുട്ടികളെ കാണാതാവുന്നു. കുട്ടികളെ കാണാതായ ഒരു സിറ്റുവേഷനിൽ മാതാപിതാക്കളും മീഡിയയും പോലീസുകാരും തെരച്ചിലിൽ ഇറങ്ങുന്നു. മീഡിയയ്ക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടുകയാണ്. 23 വയസ്സുള്ള എടവണ്ണ സ്വദേശി, മഞ്ചേരി എടവണ്ണ സ്വദേശിയായിട്ടുള്ള റഹീം അസ്ലം എന്ന് പറഞ്ഞൊരു പയ്യൻ കൂടി ഒപ്പമുണ്ട്. ആ പയ്യൻ കോഴിക്കോട് നിന്ന് ഇവരുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഈ പയ്യനോട് ചോദിച്ച സമയത്ത് എനിക്ക് തോന്നുന്നത് ട്രെയിനിൽ വെച്ച് ഇവരെ കണ്ടു എന്നും കൂട്ടത്തിലുള്ളൊരു പെൺകുട്ടി ഇൻസ്റ്റാഗ്രാം ഫ്രണ്ടാണ് എന്നും അതുകൊണ്ട് പരിചയമുള്ളത് കൊണ്ട് ഇനി ഒറ്റയ്ക്ക് പോവുകയാണല്ലോ, അപ്പോൾ ചോദിച്ചപ്പോൾ വീട്ടിലെന്തൊക്കെയോ പ്രശ്നമുള്ളത് കൊണ്ട് ഇറങ്ങി പോകുന്നതെന്ന് പറഞ്ഞതുകൊണ്ട് അവരെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അങ്ങനെ അവരൊപ്പം കൂടി എന്നുള്ള രീതിയിലുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് കൊടുത്തത് എന്നുണ്ടെങ്കിലും പിന്നെ കാര്യങ്ങളിൽ കുറച്ച് ക്ലാരിറ്റി വന്നു. കൂട്ടത്തിൽ ഈ 2 പെൺകുട്ടികൾ പോയതിൽ ഒരു പെൺകുട്ടിക്ക് ഈ പയ്യനെ നേരത്തെ അറിയാം. അവർ തമ്മിൽ കോണ്ടാക്റ്റിലുണ്ട്. ആൻഡ് പോലീസുകാർ കണ്ടെത്തി ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ എടവണ്ണ സ്വദേശിയായ ഒരു വ്യക്തിയുടെ സിമ്മിൽ നിന്ന് കോൾ ഒരുപാട് ചെന്നിട്ടുണ്ട്. ആൻഡ് ഇവർ ആ വ്യക്തിയെയും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഈ റഹീം അസ്ലമാണെന്നുള്ളത് ഉറപ്പിച്ചിട്ടുണ്ട്. ഇവർ പോകുന്നതിൻ്റെ ഒരു 2 ദിവസം മുമ്പ് തന്നെ ഈ കമ്മ്യൂണിക്കേഷൻസ് തുടങ്ങിയിട്ടുണ്ട്. സോ ഓബ്വിയസ്ലി ഈ പയ്യൻ ഇവരുടെ കൂടെ ഈ ജേണിക്ക് ജോയിൻ ചെയ്തതാണ്. ഇനി ഇതിൻ്റെ പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും നടത്തിയത് ഈ കുട്ടികളാണോ അതോ ഈ റഹീം അസ്ലമാണോ എന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ പോലീസ് അന്വേഷണവും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മനസ്സിലാവും. എന്തായാലും 2 കുട്ടികളും സേഫായിട്ട് അവിടെ മുംബൈയിൽ ഇപ്പം ഉണ്ട്. ഈ റഹീം അസ്ലത്തിൻ്റെ നാട്ടിൽ കൊണ്ടുവരാനുള്ള വഴികൾ പോലീസുകാർ നോക്കുന്നുമുണ്ട്. ഒരു സ്റ്റേജിൽ റഹീം അസ്ലം പറഞ്ഞത് കുട്ടികളുടെ കയ്യിൽ ഫോൺ ഉണ്ടോയെന്ന് അറിയില്ല, പിന്നെ പറഞ്ഞു പുതിയൊരു ഫോൺ ഉണ്ടെന്നുള്ളത്. ഇപ്പോൾ പോലീസുകാർ പറയുന്നത് വെച്ചിട്ട് കുട്ടികളുടെ കയ്യിൽ പുതിയൊരു ഫോൺ ഉണ്ട്. അത് അവർ എവിടെ നിന്ന് വാങ്ങി എന്നുള്ളതിനെക്കുറിച്ച് ഐഡിയ ഒന്നുമില്ല. അവരുടെ ഫോൺ തന്നെ കയ്യിലുണ്ട്, പ്ലസ് ഒരു പുതിയ ഫോണും കയ്യിലുണ്ട്. ആൻഡ് ഈ പയ്യൻ മഞ്ചേരി ഒരു ക്ലോത്ത് ഷോപ്പിലാണ് വർക്ക് ചെയ്തിരുന്നത്. ആ ക്ലോത്ത് ഷോപ്പിൽ വർക്ക് ചെയ്തിരുന്ന പയ്യൻ ഈ കുട്ടികളുടെ ഒപ്പം ഉണ്ടെന്ന് അറിഞ്ഞ സമയത്ത് അനവധി കോളുകൾ ഇവന് പോയതോട് കൂടിയിട്ടാണ് ഇവൻ ഏകദേശം പണി പാളിയെന്ന് മനസ്സിലായത്. ഇവൻ ഇനി അവരെ സഹായിക്കാൻ പോയതാണോ, ഇവരെല്ലാവരും കൂടി ഇവനെ വിളിച്ചു കൊണ്ടുപോയതാണോ, അതോ ഇവനായിട്ട് ഇവരെ വിളിച്ചു കൊണ്ടുപോയതാണെന്നുള്ളതൊക്കെ പോലീസ് അന്വേഷണത്തിൽ എന്താണെങ്കിലും തെളിയേണ്ട കാര്യങ്ങൾ തന്നെയാണ് മുന്നോട്ട്. അപ്പോൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പോലീസും മീഡിയയും എല്ലാവരും ഇറങ്ങി തിരിച്ചണേ. മുംബൈയിലുള്ള മലയാളി സമാജം, അവിടെയുള്ള പോലീസുകാർ, സന്നദ്ധ പ്രവർത്തകർ, 2 പെൺകുട്ടികളാണ് മിസ്സായിട്ടുള്ളതല്ലോ. അപ്പോൾ എന്താണ് ഈ CCTV വിഷ്വൽസും കാര്യങ്ങളൊക്കെ മുംബൈയിൽ നിന്നും അവിടെ ഇവിടെ നിന്നൊക്കെ കിട്ടിത്തുടങ്ങുന്നതിൻ്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ ബ്രേക്കിംഗ് ആയത് ഇവരൊരു സലൂണിൽ കയറിയിട്ട് മുടി ഒന്ന് ബോട്ടോക്സ് പോലത്തെ എന്തോ ട്രീറ്റ്മെൻറ്റാണ് ചെയ്തത്. ആ സലൂണിൻ്റെ അകത്ത് ഏകദേശം 10,500 റുപ്പീസ് ഇവർക്ക് ബില്ലായിട്ടുണ്ട്. ആ ബില്ല് ഇവർ പേ ചെയ്തിട്ടുണ്ട്. സോ കുട്ടികളുടെ കയ്യിൽ ഓബ്വിയസ്ലി പൈസ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പായി. ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു പെർട്ടിക്കുലർ സലൂണിലാണ് ഇവർ കയറിയത്. അപ്പോൾ ഇവർക്ക് ഭാഷ രേഷൻ സീനായതുകൊണ്ട് ഈ മലയാളം സംസാരിച്ചപ്പോൾ ആ സലൂണിലുള്ള ആളുകൾ അവരുടെ ഓണർ ഒരു മലയാളി ആയതുകൊണ്ട് അവരെ വിളിച്ചു വരുത്തുന്നു. ഇവരെടുത്തൊരു വീഡിയോ ക്ലിപ്പാണ് ഇതിൽ ഏറ്റവും വൈറ്റലായത്. ഈ കുട്ടികൾ ഇവിടെ ഉണ്ട് മുംബൈയിൽ എന്നുള്ളത്. ഈ വീഡിയോ ക്ലിപ്പിൽ ഇവർ സംസാരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണേ. Daddy.
എസ്കേപ്പ് ആവണ്ട പെട്ടെന്ന്. ഇതിന് പോയാലോ നമുക്ക്? മറ്റേ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് എസ്കേപ്പ് ആവണേ നമുക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ കുട്ടികൾ റണ്ണിങ് ആണ്, മനസ്സിലായോ? അവർക്ക് ഇനിയിപ്പോൾ തോന്നുന്നത് എനിക്ക് അവിടുന്ന് വീഡിയോ ഒക്കെ എടുത്തപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പന്തികേട് തോന്നിക്കാണും. അതുകൊണ്ടായിരിക്കണം കുട്ടികൾ അങ്ങനെ പറഞ്ഞത്. എന്താണെങ്കിലും കുട്ടികളുടെ ഈ ഒരു വീഡിയോ ക്ലിപ്പ് പുറത്ത് മീഡിയയ്ക്ക് കിട്ടുന്നു, പോലീസുകാർക്ക് കിട്ടുന്നു. ആൻഡ് ഈ ഒരു സലൂണിൻ്റെ ഉടമയായിട്ടുള്ള ആ ലേഡി കൊടുത്ത കുറേ ഇൻഫർമേഷൻസ് ഉണ്ട്. ഇവർ വന്ന സമയത്ത് ഇവരുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു എന്നുള്ളതും, ഇവർ അവിടുന്ന് ഫോണില്ല എന്ന് പറഞ്ഞിട്ട് ഈ ലേഡിയുടെ ഷോപ്പിൽ നിന്ന് ഫോൺ മേടിച്ച് സുഹൃത്തായ ഒരു വ്യക്തിയെ വിളിച്ചു. ആ വ്യക്തിയെ വിളിച്ചിട്ടുള്ളത് ഈ പയ്യനെയാണ്, ഈ റഹീമിനെയാണ് ഇവർ വിളിച്ചിട്ടുള്ളത്. അങ്ങനെ ഈ റഹീം ഇവരോട് അവിടെ കാത്തു നിൽക്കാൻ വേണ്ടി പറയലും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇവരങ്ങോട്ട് റിവീൽ ചെയ്തു. പിന്നെ ഇവരുടെ ഫോണിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് രാത്രി മീഡിയ അത് ബ്രേക്ക് ചെയ്യുന്നു. പോലീസുകാരും ബാക്കിയുള്ളവരും സന്നദ്ധ പ്രവർത്തകരും ഈ ലൊക്കേഷൻ നോക്കിയിട്ട് പോകുന്നു. ട്രെയിനൊക്കെ തപ്പുന്നു. അങ്ങനെ ലാസ്റ്റ് 1:45 RPF വരെ കണ്ടെത്തുന്നു. ഓക്കെ, ഇനി ഈ കുട്ടികൾ ഈ റഹീം അസ്ലം എന്ന് പറഞ്ഞ പയ്യൻ ഒപ്പമുണ്ടായിരുന്നു എന്നുള്ള ഫാക്ടർ വന്നപ്പോൾ മീഡിയ റഹീം അസ്ലമിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ റഹീം അസ്ലം സംസാരിച്ചതിൻ്റെ ഓഡിയോ ക്ലിപ്പ് ഞാനിവിടെ വയ്ക്കാം. എനിക്ക് അവരെ കിട്ടണ നിർബന്ധമാണ്. ഞാൻ വേറെ ടെൻഷനിലാണ്. നിങ്ങൾ അവിടെ അടങ്ങി നിൽക്കും. ഞാൻ എന്താ വെച്ചാലേ നിങ്ങളെ ഒരു തെറ്റിദ്ധാരണ വേണ്ടെന്ന് കരുതിയിട്ടേ ഇന്നെന്തായാലും കോണ്ടാക്ട് ചെയ്യാൻ വഴി ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക. ഞാൻ അപ്പൊ ഞങ്ങൾക്ക് ഇൻഫോർമേഷൻ തരും ചെയ്യും. ഞാനും അന്വേഷിക്കുന്നുണ്ട് നല്ലോണം. ഞാൻ ഒരൊറ്റ കാര്യേ ഇവരെവിടുന്നാ നിങ്ങളുടെ അടുത്ത് മിസ്സാവുന്നത്? ഇവര് കറക്റ്റ് നമ്മളെ മുംബൈ സ്റ്റേഷനില്ലേ, മുംബൈ മറ്റേ നമ്മളെ സിറ്റി ഇല്ലേ, മുംബൈ സിറ്റിന്ന് ഫുഡിന്റെ ഒരു ഏരിയ ഉണ്ടല്ലോ, ഫുഡ് ഏരിയ സ്ട്രീറ്റ്, അവിടുന്ന് ഫുഡ് കഴിച്ചിട്ടാണ് ഇവര് ഓക്കെ ആണ് പിരിയണത്. നമ്മള് ലാസിയ സലൂണിലേക്കാണ് കയറിയത്. അപ്പൊ അവിടുന്നാണ് പോലെ ഈ മറ്റേ എന്താ മുടി കട്ട് അങ്ങനെന്തൊക്കെ ചെയ്തെന്നൊക്കെ പറയണത് അവർക്ക് വിളിച്ചപ്പോ. അപ്പൊ അവിടേക്കാണ് കോണ്ടാക്ട് കാര്യങ്ങളൊക്കെ ഞാനെല്ലാം അപ്പപ്പ പോലീസിനെ കൈമാറുന്നുണ്ട്. നിരന്തരം വിളിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ ഞങ്ങള് പരസ്പരം 10-5 കൂടുമ്പോ നിൽക്കാതെ വിളിച്ചോണ്ടിരിക്കുന്നു. ഈ ഒരൊറ്റ കാര്യം, ഇവര് എന്തിനാ പോയത് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഇവര് വീട്ടിലെന്തോ ടെൻഷൻ കാര്യങ്ങളെല്ലാം പറയുന്നത്. ഇവരുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നോ? പൈസ ഉണ്ടായിരുന്നു. അതെല്ലാം വീട്ടിൽ നിന്ന് എന്താ ചെയ്തിട്ട് ഇറങ്ങി പോകാൻ പറഞ്ഞു, പോകാൻ പറഞ്ഞെന്ന് പറഞ്ഞു വാപ്പെന്തോ. അതിനുശേഷം അങ്ങനെ പ്രശ്നമായിട്ട് ഓള് ഇറങ്ങിയതാന്നൊക്കെ പറയണത്. ഞാൻ കുറെ പറഞ്ഞ് മനസ്സിലാക്കി എന്തിനാ അങ്ങനെ ചെയ്യണം, അങ്ങനെ എങ്ങനെ. അപ്പൊ അതിനൊന്നല്ല ഞങ്ങളിപ്പോ തന്നെ പോവും ഇന്നതാക്കി അപ്പൊ ഞങ്ങള് വെറുതെ മുംബൈ കാണാനാണ് അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ ഓൾക്കൊരു സപ്പോർട്ടിന് വേണ്ടിയാണ് ഇവിടെ വരെ എത്തിച്ചു കൊടുത്തത്. ഓൾക്കൊരു ബുദ്ധിമുട്ടില്ലാതെ നമ്മളത്ര ഫ്രണ്ട്ഷിപ്പാണ്. ഓർക്കൊന്നും ഇല്ലാതെ കിട്ടും. അതാണ് എന്റെ ആഗ്രഹം. അതാണ് നിരന്തരം ടൈപ്പ് നടക്കുകയാണ്. ഓരോ മൊബൈൽ എടുത്താണ്, 2 മൊബൈല്. അപ്പൊ ആ മൊബൈലിന്റെ IMEI നമ്പർ വെച്ചിട്ട് പിടിക്കണം. പുതിയ മൊബൈൽ വാങ്ങിയതാ? പുതിയതല്ല, സെക്കൻഡ് ഹാൻഡ് വാങ്ങിയതാണ്. അവിടുന്ന് വാങ്ങിയതാ? അവിടുന്ന് വാങ്ങിയത്. നിങ്ങൾ എവിടുന്ന? കോഴിക്കോട് ഒരുമിച്ച് പോകുന്നത്? അതെ കോഴിക്കോട്. എവിടുന്ന പിരിയുന്നത്? ഞാൻ 24 റിപ്പോർട്ടറാ. പ്രശ്നമൊന്നുമില്ല. നിങ്ങളവിടെ ഇപ്പൊ ഉള്ളത് ഇവരെ കൂടെ ആരെ കൂടെയാ? അത് പോലീസിനെ കോണ്ടാക്ട് ചെയ്യണ്ട, അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പേടിക്കാനൊന്നുമില്ല. റഹീം അസ്ലമിന്റെ വേർഷൻ വെച്ചിട്ട് റഹീം അസ്ലമിനെ ഈ കുട്ടികൾ കോണ്ടാക്ട് ചെയ്യുന്നു. വീട്ടിലെ കുട്ടികളല്ല, ഒരു കുട്ടി, 2 പേരിൽ ഒരാൾ കോണ്ടാക്ട് ചെയ്യുന്നു. ആ ഒരു കുട്ടി റഹീം അസ്ലമിനോട് വീട്ടിലെ പ്രശ്നങ്ങൾ പറയുന്നു, നാട് വിടണം എന്ന് പറയുന്നു. റഹീം അസ്ലം സഹായിക്കാൻ വേണ്ടി ഈ കുട്ടി ഏതെങ്കിലും ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് നാട് വിടണം, അതൊരു പെൺകുട്ടി വിളിച്ച് നാട് വിടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ പോയിട്ടാണ് അവിടെ സഹായിക്കുന്നത്. എന്തുവാണ് ഇത്? അതും 17-18 വയസ്സുള്ള കുട്ടികളുമാണ്, +2 പഠിക്കുന്ന കുട്ടികൾ. എക്സാമിൻ്റെ സമയത്ത് കൊണ്ടുപോയ ഇവനൊരു ബോധമില്ല എന്നുള്ളതാണ് ഞാൻ ആലോചിച്ചു നോക്കുന്നത്. ഈ റഹീം അസ്ലം ഇവൻ്റെ മുതലാളിയോടെ എങ്ങാണ്ട് മുംബൈ പോയി ഡ്രസ്സ് എടുക്കണം എന്നൊക്കെയുള്ള പറഞ്ഞു എന്നുള്ള വേർഷനൊക്കെ കേൾക്കുന്നുണ്ട്. അതൊക്കെ എത്രമാത്രം ശരിയാണെന്ന് അറിയില്ല. ഇവൻ പറഞ്ഞ പോലെ മൊബൈൽ ഫോൺ 1 അവർ മേടിച്ചിട്ടുണ്ട്, 2 അല്ല, 1 ഫോൺ അവർ മേടിച്ചിട്ടുണ്ട്. സോ അവർ പ്ലാൻഡാണ്. ഇവന് പ്ലാൻ ഇല്ലാത്തതാണോ, അവരെ പ്ലാനിലേക്ക് ഈ കുട്ടികളുടെ പ്ലാനിലേക്ക് ഇവൻ ആഡ് ചെയ്തതാണോ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ക്ലാരിറ്റി കുട്ടികൾ നാട്ടിലെത്തണം, അല്ലെങ്കിൽ ഇവൻ നാട്ടിലെത്തണം. എന്നിട്ട് പോലീസ് ചോദ്യം ചെയ്താൽ നമുക്കത് മനസ്സിലാവും. പക്ഷേ ഇവൻ്റെ ഇപ്പോഴത്തെ വർത്തമാനത്തിൽ നിന്ന് മനസ്സിലാവുന്നത് ഈ കുട്ടികൾക്ക് ഫാമിലിയിൽ ഇഷ്യൂസ് ഉണ്ട്. ആ ഫാമിലി ഇഷ്യൂസ് ഇവനോട്, കുട്ടികൾക്കല്ല കുട്ടിക്ക് ഫാമിലി ഇഷ്യൂ ഉണ്ട്. കുട്ടി ഇവനോട് ഷെയർ ചെയ്തിട്ടുണ്ട്. ആ ഷെയർ ചെയ്തതിനെ തുടർന്നിട്ട് കുട്ടി പോകുമെന്ന് പറഞ്ഞപ്പോഴാണ് ഇവൻ എന്ത് ചെയ്തത്, ഇവരെ കൊണ്ടുപോയത്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഇവനൊരു സൈഡിൽ അവിടെ നിൽക്കട്ടെ.
CCTV വിഷ്വലിൽ ഇവനുള്ളത് കണ്ടിട്ടും അങ്ങനെയൊക്കെയാണ് ഇവനിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. ആൻഡ് ഇവൻ പറയുന്ന പോലെ ഞാൻ എല്ലാം പോലീസുകാരോട് പറയുന്നത് പറഞ്ഞാൽ ഈ കുട്ടികൾ ഇങ്ങനെ ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ വീട്ടിലും പോലീസ് സ്റ്റേഷനിലല്ലേ ഇവൻ ആദ്യം അറിയിക്കേണ്ടത്. ഈ പോണ പോക്കിൽ ഈ കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് ഇവൻ തൂങ്ങിയിട്ടുണ്ടാവില്ലേ? ഇവൻ ഈ പറയുന്ന വർത്താനമൊക്കെയാണോ? ഇതാണെങ്കിൽ അത് അവിടെ നിൽക്കട്ടെ. ഇനി ഇവൻ്റെ വീട്ടിലേക്ക് പോയ ഞാൻ പറഞ്ഞില്ല, ഇവനും ഈ കൂട്ടത്തിലൊരു പെൺകുട്ടിയും തമ്മിൽ ഇങ്ങനെ ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ ഒരു കോണ്ടാക്റ്റ് ഈ പോകുന്നതിന് മുമ്പേ ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള ഡീറ്റെയിലിങ് ഏഷ്യാനെറ്റ് ഇന്നലെ ഇവരുടെ വീട്ടിലേക്ക് പോയ സമയത്ത് വീട്ടുകാർ വന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ വീട്ടുകാർ ഏഷ്യാനെറ്റിലുള്ള റിപ്പോർട്ടറോട് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായിട്ട് ഈ റഹീമിന്റെ ഫോണിലേക്ക് നിരന്തരമായിട്ട് ഈ കുട്ടിയുടെ കയ്യിൽ ഫോണിൽ നിന്നുള്ള കോളുകൾ എത്തുന്നുണ്ട്. അതായത് പ്രത്യേകിച്ച് ഈ ഫാത്തിമ ഷഹദ എന്ന കുട്ടിയുമായിട്ട് മാത്രമാണ് റഹീമിന് അടുത്ത ബന്ധമുള്ളത്. ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഇവർ പരിചയപ്പെട്ടത്. അതിനുശേഷം ഇവരിങ്ങനെ പലപ്പോഴും വിളിക്കുന്നതും മറ്റുമൊക്കെ പതിവായിരുന്നു. ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് നിരന്തരം ഇവർ വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കുടുംബം ഇത് വലിയ കാര്യം ആയിട്ട് കണ്ടിരുന്നില്ല. പക്ഷേ അതിനുശേഷം ഈ റഹീമിനെ വിളിച്ച് ഈ കുട്ടി പറഞ്ഞത് വീട്ടിൽ ചില പ്രശ്നങ്ങളുണ്ട്, കുടുംബത്തിനോടൊപ്പം തുടരാൻ പറ്റാത്ത സാഹചര്യമാണ്, അതുകൊണ്ട് തന്നെ താൻ നാട് വിടുകയാണ്, മുംബൈയിലേക്ക് പോകാനാണ് പദ്ധതി എന്നടക്കമുള്ള കാര്യങ്ങൾ റഹീമിനോട് ഈ കുട്ടി അറിയിക്കുകയാണ്. പക്ഷേ റഹീം ആദ്യം ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനൊക്കെ ശ്രമിച്ചു. പക്ഷേ അപ്പോൾ ഷഹദ പറയുന്നത് എൻ്റെ ഒപ്പം നിന്നാലും സഹായിച്ചാലും ഇല്ലെങ്കിലും ഞാൻ എന്തായാലും മുംബൈയിലേക്ക് പോകും എന്ന് ഈ കുട്ടി ഉറപ്പായിട്ടും പോകുമെന്ന തരത്തിൽ റഹീമിനോട് പ്രതികരിക്കുകയാണ് ഉണ്ടായത്. അതോടുകൂടിയാണ് ഈ കുട്ടികളെ സഹായിക്കാൻ എന്ന രീതിയിലേക്ക് റഹീം എത്തുകയും ഇവർക്കൊപ്പം മുംബൈയിലേക്ക് പോയി എന്നാണ് ഇപ്പോൾ കുടുംബം നമ്മളോട് പറഞ്ഞത്. വീട്ടുകാർക്കും അറിയാം ഇതിലൊരു കുട്ടി ഇവനെ വിളിച്ചിട്ട് ഇതേപോലെ പോകുമെന്ന് പറഞ്ഞതും. ഇനി വീട്ടിൽ പറഞ്ഞിട്ടാണോ അവൻ സഹായിക്കാം വീട്ടിൽ പറഞ്ഞിട്ട് കൂടി പറയാൻ പറ്റില്ല. അതിൽ വീട്ടുകാരോട് പറഞ്ഞാണ്. എന്താണെങ്കിലും വീട്ടിൽ പറഞ്ഞിട്ടാണ് അവൻ പോയിട്ടുള്ളത് എന്നുള്ളൊരു വേർഷനുമാണ് അറിയാൻ കഴിഞ്ഞത്. എന്താണെങ്കിലും ഇവൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് ഇതിനകത്ത് കുറച്ച് ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. ഇവർ വലിച്ച് കയറ്റിയതാണോ അതോ ഇവൻ്റെ പ്ലാനിലേക്ക് ഇവരെ കൊണ്ടുവന്നതാണോ എന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിലെ അന്വേഷണം എന്താണെന്നുണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ പുറത്ത് വരുമായിരിക്കും. ഇനി ഈ പെൺകുട്ടികളോട് ഈ പെൺകുട്ടികളെ ഫോണ് വിളിച്ച് സന്നദ്ധ പ്രവർത്തകരിൽ ഒരാൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പെൺകുട്ടികൾ ആ വ്യക്തിയോട് സംസാരിച്ച ഒരു കാര്യമുണ്ട്. അത് പോട്ടെ, നമുക്ക് അത് വീട്ടിൽ പോകണ്ട, വീട്ടിൽ പോകുമെന്ന് വേണ്ട. അല്ല, നിങ്ങൾ രണ്ടുപേരും എനിക്കും ഒരു മോളുണ്ട്. എൻ്റെ മോള് 17 വയസ്സ് പ്രായമുള്ളതാണ്. അപ്പോൾ നിങ്ങൾ 2 പെൺകുട്ടികളാ, അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണോ അതിനുവേണ്ടി വിളിച്ചത് അങ്കിള് കേട്ടോ. പക്ഷെ അതില് കൊടുത്ത വയസ്സല്ലേ ഞങ്ങളത്. എത്ര വയസ്സുണ്ട് ഇപ്പം? ഞങ്ങൾക്ക് 17 കഴിഞ്ഞ് 18ആയി. 18 വയസ്സായി. പക്ഷെ അവര് ഞങ്ങൾ കിട്ടാൻ വേണ്ടിട്ട് അതിൽ അങ്ങനെ കൊടുത്തതാണ്. ഓ അത് ശരി. നിങ്ങൾ +1 ലാണോ +2 ലാണോ മോളെ? ഞങ്ങൾ +2 കഴിഞ്ഞിപ്പോ. +2 കഴിഞ്ഞല്ലേ? അവര് ഇപ്പൊ നമ്മളെ വീട്ടുകാരായാലും എവിടെ കൊടുക്കണെങ്കിൽ അങ്ങനെ തന്നെ കൊടുക്കല്. അവര് ഇപ്പൊ എന്ത് പ്രശ്നം വരികയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അതെ 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 അതെ. എന്തല്ലേ ഞങ്ങളെ വീട്ടുകാർക്ക് ഞങ്ങൾ ഇപ്പൊ സാർമാരായാലും അങ്കിളായാലും സംസാരിച്ച് ഞങ്ങൾ വീട്ടുകാർ ഓക്കെ ഞങ്ങൾ അങ്ങനെ ഏറ്റോളം ഇങ്ങനെ ഏറ്റോളം എന്ന് പറയും. പക്ഷെ കുറച്ച് കാലം കഴിഞ്ഞ് ഒരു ആഴ്ച അല്ലെങ്കിൽ 2-3 ദിവസം വരെ നിങ്ങൾ പറഞ്ഞ അതേ ഇതിൽ നിൽക്കും അവര്. അത് കഴിഞ്ഞിട്ട് ഇവര് ഒരു വട്ടം എനിക്ക് ഉണ്ടായത്, അതുകൊണ്ട് ഞാൻ പറയണേ, ഇവരിപ്പോ നമ്മളായിട്ട് 3-4 ദിവസം നല്ലപോലെ നിൽക്കും. അത് കഴിഞ്ഞ് വീണ്ടും ഇവര് ആദ്യത്തെ അതേ സ്വഭാവത്തേക്ക് വരും. നമ്മൾ അടിക്കലായാലും സാരമായ പ്രശ്നം ഈ കുട്ടിക്ക് വീട്ടിലുണ്ട്. ഒപ്പമുള്ള കുട്ടിക്ക് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഈ കുട്ടിക്ക് സാരമായ പ്രശ്നമുണ്ട്. ഈ കുട്ടി സംസാരത്തിൽ തന്നെ അത് വളരെ എവിഡൻ്റ് ആണ്. ഈ കുട്ടിയെ തല്ലലുണ്ട്. ഈ കുട്ടിയുടെ ഒരു പരിപാടിക്കും വീട്ടുകാർ നിന്ന് കൊടുക്കലില്ല. പിന്നെ ഇതേപോലുള്ള സംഭവം ഇതിന് മുമ്പും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള രീതിയിലൊരു ടോൺ ആ കുട്ടിയുടെ സംസാരത്തിനകത്തുണ്ട്. ഫൈൻ. പിന്നെ അത്യാവശ്യം കാര്യങ്ങൾ അറിയുന്നതും അത്യാവശ്യം ഇതിൻ്റെയൊക്കെ ഒരു നിയമവശം അറിയുന്ന ഒരു കുട്ടി ആയതുകൊണ്ടാണ് +2-ലാണെങ്കിലും 18 വയസ്സായിട്ടുണ്ട്. വീട്ടുകാർ ഇത് വെറുതെ കൊടുക്കുന്ന സമയത്ത് സ്ഥലത്തൊക്കെ 16-17 എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് മൈനറാണ് എന്നുള്ളൊരു സംഗതി വരാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിയിൽ ആ കുട്ടി സംസാരിക്കുന്നത്. മീഡിയയിൽ ഇന്നലെ ഞാൻ സംസാരിച്ച് കേട്ടത്, ഇവരുടെ സ്കൂളിൽ പോയി അന്വേഷിച്ച സമയത്ത് ഇവർക്ക് രേശം പഠിക്കാൻ സീനുള്ളത് കൊണ്ട് ആളെ വെച്ച് പരീക്ഷ എഴുതിക്കുന്ന രീതിയിലുള്ള അങ്ങനത്തെ ഒരു അസിസ്റ്റ് എടുത്തൊരു എക്സാം എഴുതുന്ന രീതിയിലുള്ള 2 കുട്ടികളാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മീഡിയ ചോദിക്കുന്നുണ്ട് അങ്ങനെയുള്ള കുട്ടികൾ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നു. അതൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. ഫൈൻ. കാരണം ഒരു കാര്യം പഠിച്ച് അത് ആൻസർ പേപ്പറിലേക്ക് ഛർദ്ദിച്ച് വെക്കുന്ന രീതിയിലുള്ളൊരു IQ ദാറ്റ് ഈസ് ഡിഫറെൻറ്റ്. സ്ട്രീറ്റ് ലെവൽ സ്മാർട്ട്നെസ് ഉള്ളൊരു IQ ഈസ് ഡിഫറെൻറ്റ്. അത് രണ്ടാണ്. എല്ലാവർക്കും ഇപ്പോൾ ബുക്ക് നോക്കി പഠിച്ച് അങ്ങനെ എഴുതി ഒരു സിസ്റ്റമാറ്റിക് ഫോർമാറ്റിൽ പോകാൻ പറ്റുന്ന കുട്ടികൾ അവർ മാത്രമാണ് ബുദ്ധിമാന്മാരെന്ന് പറയാൻ പറ്റില്ല. നാട്ടിലിറങ്ങി സ്ട്രീറ്റ് ലെവലിൽ സ്മാർട്ടായിട്ട് നടക്കുന്ന കുട്ടികളും ദേ ആർ ഓൾസോ ഉള്ള ആളുകളാണ്. ചിലപ്പോൾ ഇത്രയും പഠിപ്പിസ്റ്റുകൾക്ക് ചിലപ്പോൾ നാട്ടിലിറങ്ങിയിട്ട് സർവൈവ് ചെയ്യാൻ പറ്റില്ല.
അങ്ങനത്തെ സാധനങ്ങൾ ഇപ്പം ഈ പറഞ്ഞ പോലെ അതൊന്നും അത്ര കോംപ്ലിക്കേഷൻ ഉള്ള പരിപാടികളല്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഈ കുട്ടിയുടെ സംസാരത്തിൽ നിന്ന് വെരി എവിഡൻ്റ് ആണ്. ഓക്കെ, ഈ കുട്ടിക്ക് ഡിറ്റർമിനേഷൻ ഉണ്ട്, വീട്ടുകാരായിട്ട് ഇനി പരിപാടി നടക്കില്ല, വീട്ടിലലമ്പാണ്. ഇതാ ഞാൻ പറഞ്ഞത്. ആ പോയിന്റ് കറങ്ങി തിരിഞ്ഞു പോകുന്നത് അഗെയിൻ പാരൻറ്റിങ്ങിൻ്റെ മുകളിലേക്കാണ്. ഇപ്പോഴുള്ള ജനറേഷന് എന്തൊക്കെ വേണം, അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെ, അവരെന്തൊക്കെയാണ് അവരുടെ തോട്ട് പ്രോസസ്സ്, അവർക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കണം, അവരോട് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളതിൽ ഇപ്പോഴത്തെ പാരൻസിന് ഒരു ഐഡിയ ഇല്ല. ഇനി ഈ കുട്ടിയുടെ പാരൻറ്റ് സംസാരിക്കുന്നതും കൂടി നിങ്ങൾ കേൾക്ക്. നമ്മൾ അത് ചെയ്യണ്ടെന്ന് പറഞ്ഞിരുന്നു. അതാണ് അവർ തമ്മിലുള്ളൊരു വിരോധം ഉണ്ടായിരുന്നത്. അത് അവർ പോയിട്ട് നമ്മളൊക്കെ മുൻമുനയിൽ നിർത്തിയിട്ട് അവരെ കാര്യം സാധിപ്പിച്ച് വന്നു. നേരത്തെ വീട്ടിൽ നിരന്തരം ആവശ്യപ്പെട്ടിരുന്നോ സ്ട്രൈറ്റൻ ചെയ്യണം? പറയലുണ്ട്. പിന്നെ അതിനൊക്കെ ഒരുപാട് പൈസ ആവശ്യമുണ്ടല്ലോ എന്നുള്ള ഒരു നമ്മൾ ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിക്കൊണ്ടിരിക്കാൻ നടക്കുമ്പോൾ ഇത്രയും പൈസ ഒക്കെ ചിലവാക്കുക എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് സ്ട്രൈറ്റൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയും പിന്നെ ഇഷ്ടമില്ലാത്തൊരു കാര്യമുണ്ടല്ല. അപ്പോൾ നമ്മൾ മുസ്ലിം കുട്ടികളെ അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ തട്ടിട്ട് നടക്കുമ്പോൾ ഒന്നും ഇപ്പോൾ കാണൂലല്ലോ. അതുകൊണ്ട് വെറുതെ അങ്ങനെ ചെയ്യണ്ടല്ല എന്നുള്ളതിൽ അംഗീകരിക്കാൻ കഴിഞ്ഞില്ലേ. നമ്മളങ്ങനെ ഒരു ജീവിതശൈലിയിലല്ല വളർന്നു വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഒരു ന്യൂ ജനറേഷൻകാരല്ലേ. അപ്പോൾ നമ്മളൊരു 15 മോഡലായിട്ട് അവർ കണക്കൂട്ടിയിട്ടുണ്ടാവും. 2 പെൺകുട്ടികൾ ഒരുമിച്ചിട്ടാണ് പോകുന്നത്. അവർ ചെറുപ്പം തൊട്ട് ഫ്രണ്ട്സാണ്. അവർ ഒരുമിച്ചിട്ടാണ് പോയത്. അവർ ഒരുമിച്ച് പോയതുകൊണ്ട് നമുക്ക് എന്താ പറയുക, ഇപ്പോൾ മടങ്ങി വന്നാലും നമുക്കൊരു ടെൻഷനില്ല. മറ്റേ ഏതെങ്കിലും ചെറുക്കന്മാരെ കൂടെ പോവുകയാണെന്നുള്ളൊരു ബേജാറുണ്ടായിരുന്നു. അപ്പോൾ അതില്ലാതായി പോയി. വീട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? ഈ മുടി വെട്ടുന്ന കാര്യം, ഡ്രസ്സിൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ കുറച്ച് പിന്നിലായിരുന്നു. അപ്പോൾ അവർ ആഗ്രഹിച്ചത് നടത്തിയില്ല എന്നുള്ള ആ ഒരു വിരോധം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതിലൊന്ന് സാമുദായികമാണ്, മറ്റൊന്ന് അതിൽ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ടത് സാമ്പത്തികമായുള്ള വിഷയം കൂടിയാണ്. അപ്പോൾ അതന്നെ. നിങ്ങൾക്ക് ഈ ഒരു ഉപ്പാൻ്റെ സംസാരം കേട്ടിട്ട് എന്താ തോന്നുന്നു? അപ്പോൾ എനിക്ക് തോന്നിയ ഞാൻ കാര്യം സ്ട്രൈറ്റ് അവേ പറയും. വീട്ടിൽ പ്രശ്നങ്ങൾ കാണും. കുട്ടികൾക്ക് അവരുടെ ആഗ്രഹവും അവരുടെ ആവശ്യവും എന്ന് പറയുന്നത് ചിലപ്പോൾ ഇപ്പോഴത്തെ ജനറേഷന് മുടി കളർ ചെയ്യുക, സ്ട്രെയിറ്റ് ചെയ്യുക, നല്ല ഡ്രസ്സ് ഇടുക. ഓക്കെ, മാതാപിതാക്കളുടെ സാമ്പത്തിക സ്ഥിതി അതവിടെ നിൽക്കട്ടെ, ചെയ്തു കൊടുക്കാൻ പറ്റുന്നവരായിട്ട് പോലും ചെയ്തു കൊടുത്തില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോഴാവുമല്ലോ കുട്ടികൾക്കൊരു റിബൽ മൈൻഡ് സെറ്റ് വരുന്നത്. ആണോ? ഇപ്പോൾ ഈ ഫാദർ പറയുന്നൊരു കാര്യമുണ്ട്. അയാൾ സാമ്പത്തികം മാത്രമല്ല പറയുന്നത്, ഓർത്തഡോക്സ് മെൻറ്റാലിറ്റി. ഒരു മുസ്ലിം ആയതുകൊണ്ട് അത് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അവരിപ്പോഴും അവിടെയാണ് നിൽക്കുന്നത്. ഒരു പഴഞ്ചൻ ചിന്താഗതി എന്നുള്ളത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ആ ഉപ്പേനെ പറയുന്നുണ്ട്. അതിലൊരു റിബൽ മൈൻഡഡായിട്ട് കുട്ടി വളരുന്നു. കുട്ടിക്ക് സൊസൈറ്റിയിൽ ഇപ്പോഴുള്ള ജനറേഷനിലുള്ള കുട്ടികൾ നടക്കേണ്ട പോലെ എത്രയോ മുസ്ലിം കുട്ടികൾ തട്ടത്തിനടിയിൽ മുടി ബോട്ടോക്സ് ചെയ്ത് സ്ട്രെയിറ്റ് ചെയ്ത് മറ്റേ സ്മൂത്തനിങ് ചെയ്തിട്ടല്ലേ ഇടാറ്. അത് അവരുടെ ഒരു ആഗ്രഹം. അതിപ്പോൾ 10 ആളെ കാണിക്കാനൊന്നും ആവില്ല. അവർ നടക്കുമ്പോൾ പുറത്തിറങ്ങി തട്ടം ഇട്ട് തന്നെയാവും നടക്കാൻ പോകുന്നത്. മനസ്സിലായോ? അപ്പോൾ കാലം മാറുന്നതിനനുസരിച്ച് ജനറേഷൻ്റെ തോട്ട്സ് മാറും, തിങ്കിങ് മാറും. അതൊന്നും മനസ്സിലാക്കാതെ ഇപ്പോഴും നമ്മൾ ജീവിച്ച അതേ അവസ്ഥയിൽ അല്ലെങ്കിൽ നമ്മൾ ജീവിച്ച അതേ സിറ്റുവേഷനിൽ നമ്മളെന്തൊക്കെ അനുഭവിച്ചോ അതൊക്കെ നിങ്ങളും അനുഭവിക്കണം, നമ്മൾ ജീവിച്ച അതേ ഇതിൽ കൂടി നിങ്ങളും പോകണം എന്നൊക്കെ കുട്ടികളോട് വാശി പിടിച്ച് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ ഇതേപോലെ ഒരു പോക്കണ ഇറങ്ങി പോവും. ഇപ്പോൾ മൂപ്പരോട് ഭയങ്കര സമാധാനമായി. 2 പെൺകുട്ടികളൊപ്പല്ലേ പോയ, ഒരു ആൺകുട്ടി ഒപ്പല്ലല്ലോ. ഒരു പയ്യൻ കൂടെ ഉണ്ടായിരുന്നു. ഓക്കെ, ആ പയ്യനായിട്ട് കോണ്ടാക്റ്റിലുള്ളത് ഏത് പെൺകുട്ടിയാണ് കൂട്ടത്തിൽ എന്നുള്ളത് നോക്കണം. ആ പയ്യനെ ഇവരാണ് വിളിച്ചു കൊണ്ടുപോയെന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇവരാണ് പ്ലാൻ ഇട്ടതെന്നുണ്ടെങ്കിൽ മനസ്സിലായോ? നിങ്ങൾ നാളുകളിൽ ഈ കുട്ടികളുടെ മുകളിൽ ഈ മതം പറഞ്ഞുള്ള റെസ്ട്രിക്ഷനും ബാക്കി കാര്യം, ഇപ്പോൾ പൈസ ഇല്ലെങ്കിൽ പോലും റെസ്ട്രിക്ഷൻ വെക്കാം. പക്ഷെ ആ പൈസ ഇല്ലാത്ത അവസ്ഥ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് മാതാപിതാക്കൾ ചെയ്യേണ്ടത്. ഒരു മാതാവോ പിതാവോ പൈസ ഇല്ലാത്തൊരു സിറ്റുവേഷൻ പറഞ്ഞാൽ കുട്ടികൾ മനസ്സിലാക്കാതിരിക്കുകയൊന്നുമില്ലല്ലോ. വിരലിലെണ്ണാവുന്ന 1-2 കേസുകൾ അങ്ങനെ മനസ്സിലാക്കാത്ത കേസുകൾ കാണും. പക്ഷെ അല്ലാതെ എല്ലാ കുട്ടികൾക്കും മാതാപിതാക്കന്മാരുടെ സങ്കടവും വിഷമവും മനസ്സിലാവും പൈസ ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ. ഇത് ഈ കുട്ടികൾ ചെയ്ത കാര്യം തന്നെ നിങ്ങൾ നോക്ക്. വീട്ടിൽ മുടി ഇതേപോലെ സ്ട്രെയിറ്റ് ചെയ്യാൻ സമ്മതിക്കില്ല എന്നുള്ളത് കൊണ്ട് മുംബൈയിലേക്ക് ട്രെയിൻ വിളിച്ചു പോയിട്ട് മുടി സ്ട്രെയിറ്റ് ചെയ്തു, ഇതാണ് ഒരു കാരണം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നോ, ഞാൻ ഒരിക്കലും ഇത് വിശ്വസിക്കില്ല. ഈ ഫാദർ പറയുന്നത് എന്താ, ഞാൻ വീട്ടിൽ മുടി സ്ട്രെയിറ്റ് ചെയ്യാൻ വേണ്ടി സമ്മതിച്ചില്ല, അതുകൊണ്ട് അതിൻ്റെ വൈരാഗ്യത്തിൽ ഇവിടുന്ന് മുംബൈ എത്ര പ്ലാൻ ചെയ്യണം. ഇവിടുന്ന് മുംബൈ പോകണമെന്നുണ്ടെങ്കിൽ നോർമൽ നമുക്ക് തന്നെ ഇവിടുന്ന് മുംബൈ പോകണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ പ്ലാൻ ചെയ്തിട്ട് വേണം അവിടെ പോകാൻ. അപ്പോൾ ഈ കുട്ടികൾ ഇവർ സുഖമായിട്ട് കയറി, അപ്പോൾ ഇവർക്ക് അറിയാം, ട്രെയിനിൻ്റെ റൂട്ട് അറിയാം, ടൈമിങ് അറിയാം. ഒരു സ്ഥാപനത്തിൽ ചെന്ന് വളരെ കൂളായിട്ട് അവരെന്ത് ചെയ്യുന്നു, മുടി സ്ട്രെയിറ്റ് ചെയ്യുന്നു. പൈസ കയ്യിലുണ്ട്, കയ്യിലുള്ള സ്വർണം വിറ്റിട്ടോ എങ്ങനെ എന്താണെങ്കിലും പൈസ കയ്യിലുണ്ട്. അവിടെ 10,500 രൂപ ബില്ല് കൊടുക്കുന്നു, മൊബൈൽ ഫോൺ പുതിയത് വാങ്ങുന്നു. ഓക്കെ,
അപ്പം അവരെ ഇറങ്ങി അവർക്ക് എക്സ്പ്ലോർ ചെയ്യണം. അവരുടെ കയ്യിൽ പൈസ ഉണ്ട്, അവർക്ക് പൈസ ഉണ്ടാക്കാനുള്ള വഴി അറിയാം, അവർക്ക് പോകാനുള്ള റൂട്ട് അറിയാം. അപ്പം അവരുടെ ഒരു സ്റ്റേറ്റ്മെൻ്റാണ്, നിങ്ങൾ ചെയ്തു തന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാനറിയാം. ഞാൻ കൃത്യമായിട്ട് നിയമവും പറയുന്നുണ്ട്. അവർ 17 അല്ല 18 വയസ്സാണ്. ഇപ്പോഴും ഞാൻ പറയുന്നു, ഇവിടെ മാറേണ്ടത് ആദ്യം പാരൻറ്റിങ് മെത്തേഡ്സാണ്. ഇവിടെ മാറേണ്ടത് ആദ്യം പാരൻസിൻ്റെ മെൻറ്റാലിറ്റിയാണ്. പഴയ പോലെ ഇപ്പം ഞാനോ നിങ്ങളോ ഇപ്പോൾ കാണുന്ന 90s ജനിച്ച എല്ലാവരും ഇപ്പോൾ നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മളെ പാരൻസ് വളർത്തിയ പോലെ ഇപ്പോഴത്തെ ജനറേഷനിലുള്ള കുട്ടികളെ വളർത്താമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. അവരോട് പോയിട്ട് കുറേ മതത്തിലെ റെസ്ട്രിക്ഷൻ പറഞ്ഞിട്ടോ, അവരോട് പോയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ റെസ്ട്രിക്ഷൻ പറഞ്ഞിട്ടോ നോ യൂസ്. അവരുടെ ജനറേഷൻ വളരുന്ന, അവരുടെ ചുറ്റുപാടും നോക്കുന്ന സമയത്ത് അവരിപ്പോഴും ഈ പറഞ്ഞ പോലെ അയ്യോ ഞങ്ങളിപ്പോഴും പഴഞ്ചൻ പോലെയാണല്ലോ. എടേ പറയൂടെ, തമ്മിലുള്ള കുട്ടികൾ തന്നെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും, നീ എന്താടി ഇങ്ങനെ, നിൻ്റെ എപ്പോഴും നീ ഒരു പഴഞ്ചൻ നടക്കുന്നത്, നീ ലോകം കണ്ടിട്ടില്ലേ, നീ ടൂർ പോവാറില്ലേ, മനസ്സിലായോ, അല്ലെങ്കിൽ നീ ഇങ്ങനെ മുടി സ്ട്രെയിറ്റ് ചെയ്യാറില്ലേ. കുട്ടികൾ തമ്മിൽ തന്നെ കളിയാക്കൽ വരുമ്പോൾ തന്നെ പൊളിഞ്ഞു തുടങ്ങും കുട്ടികൾക്ക്. പിന്നെ വീട്ടിൽ ഇതേപോലെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ, തല്ലെന്ന് പറയുന്നു ആ പെൺകുട്ടി അപ്പുറത്ത്. ഇവിടെ മൂപ്പര് ഇപ്പം മകളെ കിട്ടിയ സന്തോഷത്തിലായിരിക്കണം, ഇനി കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആ കുട്ടി പറയുന്നുണ്ട് ഇതിന് മുമ്പും പ്രശ്നം ഉണ്ടായപ്പോൾ ഇതേപോലെ കുഴപ്പമില്ലാന്ന് പറഞ്ഞിട്ട് പിന്നെ കുഴപ്പമാക്കിയതാന്നുള്ളത്. ഞാൻ പറഞ്ഞു, മര്യാദയ്ക്ക് കുട്ടികളെ സ്നേഹിച്ചും അവരുടെ ഒപ്പം, പാരൻറ്റിങ് എന്ന് പറയുന്നത് കുട്ടി വളരുന്നതിൻ്റെ ഒപ്പം നമ്മളും വളരണം, നമ്മളെ തോട്ട്സും വളരണം. അവരെന്തൊക്കെ ചെയ്യുന്നു, എങ്ങനെയൊക്കെ ചെയ്യുന്നു, അവർക്ക് ഗുഡ് ആൻഡ് ബാഡ് നമുക്ക് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റണം. തല്ലി ഇടിച്ചും കുത്തിയിട്ടുമല്ല, നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റണം അതിൻ്റെ ഗുഡ് എന്താ ബാഡ് എന്താണെന്നുള്ളത്. അപ്പം മതപരമായിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ തന്നെ മക്കളോട് പറഞ്ഞു കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ അത് കൺവിൻസ് ചെയ്യാൻ പറ്റണം പാരൻസിന്. അല്ലാതെ ഞാൻ ജീവിച്ച പോലെ തന്നെ ഇജും ജീവിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന പരിപാടിയൊന്നുമല്ല കുട്ടികളുടെ അടുത്ത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ ഇതേപോലെ പോകും, മനസ്സിലായോ. പിന്നെ ഇപ്പോൾ കമൻറ്റ് ബോക്സിൽ ഞാൻ കുറേ കൊണ്ടു, ഈ കുട്ടികൾ അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം, മാതാപിതാക്കൾ ഇഷ്ടമില്ലാത്തവർ, അങ്ങോട്ട് തലതെറിച്ചവർ, കുട്ടികളെ കുറേ കുറ്റമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുട്ടികളെ കുറ്റം പറയുന്ന ഓരോരുത്തരും നിങ്ങൾ വിചാരിക്കും മൈൻഡിൽ, ഇത് കുട്ടികളുടെ കുറ്റമാണോ അതോ വളർത്തുന്ന പാരൻസിന് ഇവരുടെ മുകളിൽ ഒരു എന്താ പറയുക ഒരു തരത്തിലുള്ള ഗ്രിപ്പില്ലാത്ത വിഷയമാണോ? അതല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുക. കുട്ടികളെ പറഞ്ഞ് തിരുത്താൻ വളരെ പാടാണ്. അവർ ഒരു റേഞ്ച് വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അവരെ തിരിച്ചു കൊണ്ടുവരാൻ പാടാണ്. അതിന് മുമ്പ് നമ്മൾ പിടിക്കണം അവരെ, അതേ നടക്കൂ. സൊസൈറ്റിയിൽ ഞാൻ ഇപ്പോഴും പറയുന്നു, ഇവിടുത്തെ മേജർ വയലൻസ് ആണെങ്കിലും ഇവിടുത്തെ ലഹരിയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ എന്ത് കുട്ടികൾ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് വിഷയത്തിലും കോർ ഇഷ്യൂ കിടക്കുന്നത് പാരൻസും കുട്ടികളും തമ്മിലുള്ള ബന്ധമാണ്. ആ ബന്ധം കൃത്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റണം പാരൻസിന്. അല്ലെങ്കിൽ വളർന്നു വരുന്ന ജനറേഷൻ വളരെയധികം പ്രശ്നം. അവരുടെ സെൽഫ് ലേണാണ്, അവർ സെൽഫ് തോട്ടാണ്, അവർ ഇഷ്ടത്തിന് അവർ പഠിച്ചിട്ടുള്ളതും അവർ മനസ്സിലാക്കിയിട്ടുള്ളതും അവർ ചെയ്യാൻ പോണത്. പാരൻസിൻ്റെ കയ്യിൽ നിൽക്കുന്ന കാര്യമായിരിക്കില്ല.